ഒരു ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചായിരിക്കും യാത്ര. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് പല കാര്യങ്ങൾ ചിന്തിക്കും, തിരിച്ചു പോകുമ്പോഴും ചിന്തിക്കും. അങ്ങനെ ഒരു യാത്ര ചിന്തിക്കുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നിയും വേണ്ടാമെന്ന് തോന്നിയും തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചറിഞ്ഞ മുഹൂർത്തങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ടല്ലോ. ചില വർക്കുകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ഇപ്പം തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അന്യഭാഷാ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അത് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലം അഡ്വാൻസ് വരെ കൊടുത്തതാണ്. വളരെ ആഗ്രഹിച്ച സ്ഥലമാണ് കുട്ടിക്കാലത്ത്. അവിടെ പോയി അഡ്വാൻസ് വരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പോഴേക്കും സിനിമകൾക്ക് ചില പ്രതിസന്ധികൾ വന്നു. സിനിമ ഡേറ്റ്സുകൾ മാറി, ഷൂട്ടിങ്ങുകൾ നീണ്ടു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മാസം അല്ലെങ്കിൽ നിത്യജീവിതം റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കില്ല, ഒരുപാട് കൂടുതൽ അങ്ങനെ ആയിരിക്കും, കൂടുതൽ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ റോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ചില സിനിമകളായിരുന്നു അല്ലെങ്കിൽ ചില വർക്കുകളായിരുന്നു എനിക്കിത് വാങ്ങാൻ പ്രചോദനമായത്. ഇത് കിട്ടുമ്പോൾ നമുക്കത് കൊടുത്ത് തീർക്കാം എന്നുള്ള. അപ്പോൾ അത് നീണ്ടുപോയപ്പോൾ എനിക്ക് ആ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ എനിക്കത് സ്ഥലം വിൽക്കാനും വിടാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, വാങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ വേണോ വേണ്ടയോ എന്ന് കുറേ ആലോചിച്ചിട്ട് അത് വേണ്ടാന്ന് വെക്കുമായിരുന്നു. എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. ആ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടതായിരുന്നു. ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞത് അതാണ്, ചേട്ടാ ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ ചേട്ടനെ വിളിക്കും, അന്ന് ആ സ്ഥലം പോയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്ത തുക അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തമ്മിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. അത് പുള്ളിയും പറഞ്ഞു, ഞാനിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തന്നാലും അതവിടെ ഇരിക്കുകയാണ്. പുള്ളി സ്ഥലം പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അഡ്വാൻസ് തിരിച്ചു തരുമായിരിക്കും. എനിക്ക് ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും. അതൊക്കെ ഒരു മനുഷ്യ ഇതല്ലേ. തീർച്ചയായിട്ടും നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട്. ഞാൻ ഒരുപാട് പൈസ ഒന്നും അഡ്വാൻസ് കൊടുത്തിട്ടില്ല. നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ. അതുപോലെ ഒരു നഷ്ടമാണിത്. തീർച്ചയായിട്ടും അത് നഷ്ടങ്ങൾ വേലിയേറ്റവും വേലിയിറക്കവും അല്ലേ ജീവിതം. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം, അത്രയേ ഉള്ളൂ. എല്ലാം നഷ്ടങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് നേട്ടങ്ങളും ഒരുപാടുണ്ടായിട്ടില്ലേ. അപ്പം അതിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് തൃപ്തയാവുക. ഒരു വിജയത്തിലേക്കുള്ള കുതിപ്പിൽ എപ്പോഴും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം എനിക്കൊരു വിജയകാലം ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരായിരിക്കും. അങ്ങനെ കുറച്ച് പേര് നമുക്ക് എടുത്തു പറയാം. അങ്ങനെ ഒരു വിജയയാത്രയ്ക്ക് എപ്പോഴും കൂടെ കൈ പിടിച്ച് നടക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? എൻ്റെ അമ്മ, എൻ്റെ മോള്, അച്ഛൻ പിന്നെ ഈ പറഞ്ഞ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കുറവാണ്. അതിന് അച്ഛാ എനിക്കിങ്ങനെ ഒരു സിനിമ കിട്ടി കേട്ടോ, ഇങ്ങനെയാണ്. ആണോ, ഓക്കെ, ഇത്ര ഉണ്ടാവുള്ളൂ. അമ്മ, ആണോ, ആരാടി അതിൽ, എന്താ, എത്ര ദിവസമുണ്ട്, എവിടെ, ഇങ്ങനെ അമ്മ ചോദിക്കും. പക്ഷെ എൻ്റെ അച്ഛനാണെങ്കിൽ ആണോ, ഓക്കെ. പക്ഷെ അതിൽ സന്തോഷം ഉണ്ടാവും. അച്ഛൻ എനിക്കൊരു അവാർഡ് കിട്ടി, ആണോ, എന്താ പാടാ, വെരി ഗുഡ്, അത്ര ഉണ്ടാവുള്ളൂ അച്ഛൻ. അമ്മയ്ക്കാണെങ്കിൽ ആണോ, എന്നാടി ഇത്, എപ്പോഴാണ് പോകുന്നത്, എവിടെ വെച്ചാ, അയ്യോ അവിടെയാണോ, അപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല. ഇങ്ങനെ അമ്മ സംസാരിക്കും. അപ്പം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, മോള്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഒരു 4-5 ഫ്രണ്ട്സ്. അവരാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും. ഓഫ് കോഴ്സ്. പിന്നെ എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി, മനീഷ്. പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്, സിനി. എൻ്റെ ചേച്ചി വേറൊരു സിസ്റ്ററുണ്ട്, സിന്ധു. ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.